ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ് കേട്ടോ. കുറച്ച് ചേരുവകൾ കൊണ്ട് കുറഞ്ഞ ടൈമിൽ നമ്മൾ എങ്ങനെ പാസ്ത ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മെയിൻ പാസ്തയാണ് വേണ്ടത്. പിന്നെ അതിലേക്ക് 1 കിലോ പാസ്തയ്ക്ക് 1/2 കിലോ ചിക്കൻ എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ക്യാരറ്റ്, കുറച്ച് പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, പിന്നെ മല്ലിയില, പിന്നെ മൈദയാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റായിട്ട് നമുക്ക് ഈ പാസ്ത തിളപ്പിച്ച് ഊറ്റണം, വേവിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെള്ളം വെക്കുക. വെള്ളം എന്ന് പറയണത് ഈ പാസ്ത മുങ്ങാൻ രീതിക്കുള്ള വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ എത്ര അളവിനാണോ പാസ്ത എടുക്കുന്നത് അത് മുങ്ങാനുള്ള അളവിൽ വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറച്ച് മുന്നേക്ക് നിൽക്കുന്ന രീതിക്ക് വേണം വെള്ളത്തിൽ ഉപ്പിടാൻ. എന്നിട്ട് നമുക്ക് പാസ്ത അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക കേട്ടോ. തിളച്ചതിന് ശേഷം മാത്രം ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ ഓവർ കുക്കാവും. അപ്പം അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം നല്ല തിളച്ചതിന് ശേഷം ഈ പാസ്ത ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. കട്ട പിടിച്ച് നിൽക്കാതെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് വേവണ വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇടയ്ക്ക് നമ്മൾ പാസ്ത നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള വേവ് റെഡി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഏകദേശം 5 to 8 മിനിറ്റ് നമുക്കിത് കുക്കായി കിട്ടാനുള്ള ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേവിൻ്റെ അളവ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ രീതിയിൽ ഉണ്ടാവും കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും വേവായത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പം നമ്മളുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളമില്ലാത്ത രീതിക്ക് വേണ്ടത് ഊറ്റിയെടുക്കാൻ. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മളുടെ ബാക്കി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാകത്തിനൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ 4 സ്പൂൺ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. പിന്നീട് 1 ടേബിൾ സ്പൂൺ നെയ്യും നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഓയിലും നെയ്യും എല്ലാ ഭാഗത്തേക്കും പാനിലെ എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ചിക്കൻ ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ പാസ്തയ്ക്ക് 1/2 കിലോ ചിക്കൻ എന്നുള്ള ലെവലിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ചിക്കന് ബോൺലെസ് ചിക്കൻ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ടത്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും അതിൽ മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ചിക്കനിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് ഉപ്പ് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കൂടുതലായിട്ട് വേറെ ഒന്നും നമ്മൾ മസാലപ്പൊടികളൊന്നും ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ടതിന് ശേഷം ചിക്കൻ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കന് ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഒരു സൈഡിലോട്ട് നീക്കിയതിന് ശേഷം ബാക്കിയുള്ള ഓയിലിൽ നമ്മൾ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഫസ്റ്റായിട്ട് തന്നെ നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് എല്ലാതും സെപ്പറേറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ചിക്കൻ്റെ ടേസ്റ്റ് ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ തന്നെ ചിക്കൻ്റെ കൂടെ ബാക്കിയുള്ള എണ്ണയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ആയിട്ടുണ്ട്. അതൊരു സൈഡിലോട്ട് നീക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ടുകൊണ്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇതെല്ലാതും വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കനായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഫുള്ള് വെജിറ്റബിൾസും ചിക്കനും മിക്സ് ചെയ്തുകൊണ്ട് ചെറിയ രീതിക്കൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പാസ്ത റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്ത് വെച്ച മൈദ ഒന്ന് വെള്ളത്തിൽ കലക്കിക്കാണ്ട് ഒഴിക്കണം കേട്ടോ. നല്ല ലൂസ് കൺസിസ്റ്റൻസി വേണം കേട്ടോ. നമ്മൾ മൈദക്ക് പാകത്തിന് വെള്ളം ഒഴിക്കുക, കുറച്ച് ഒഴിച്ച് കണ്ട് ലൂസാക്കി എടുക്കുക കേട്ടോ. ഏകദേശം ഈ രീതിക്ക് വേണം നമ്മുടെ മൈദ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവാൻ കേട്ടോ. നമ്മൾ ചിക്കനിലോട്ട് എടുത്ത് വെച്ച മൈദ നമുക്ക് ആഡ് ചെയ്യാം. ഇതിന് പകരം നമുക്ക് ചീസ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ചീസായാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മൈദ ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മൈദ ഒഴിച്ചിട്ടാണ് ഇവിടെ
ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ ചീസ് യൂസ് ചെയ്യുന്നവർക്ക് മൈദ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് മൈദ വേവുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പാസ്ത ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചിക്കനും വെജിറ്റബിൾസും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ പാസ്ത എല്ലാ ഭാഗത്തോട്ടും മിക്സായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്ത് വെച്ച മല്ലിയില ആഡ് ചെയ്യണം കേട്ടോ. മല്ലിയില ഇട്ടതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗായ്സ്.